എന്നിട്ട് അങ്ങേ അറ്റത്തുനിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തോട്ട് കൊടുക്കുക, ഇവിടെ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഒഴിയണം കേട്ടോ. ഇവിടെ 3 പേര് ഒഴിഞ്ഞു, ഒരാൾ ഒഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് കൊടുക്കുക, എന്നിട്ട് 3ാമത്തെ ആൾക്ക് കൊടുക്കുക കേട്ടോ. 3 പേര് ഒഴിയണം. ഒഴിയുമ്പോൾ എന്താ മന്ത്രം ചൊല്ലുന്നു? യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞ് പാദം മുതൽ ശിരസ് വരെ ഇങ്ങനെ ഒഴിഞ്ഞാട്ട്. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ആ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അർത്ഥം കൊടുത്താട്ടെ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അടുത്ത ആളിന് കൈമാറിക്കാട്ടെ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഇനിയും ആൺകുട്ടികൾ സാഷ്ടാംഗം, പെൺകുട്ടികൾ 6 അംഗം കുനിഞ്ഞ് നമസ്കരിക്കണം, മറ്റുള്ള സാഷ്ടാംഗം നമസ്കരിക്കണം കേട്ടോ. പെൺകുട്ടികൾ സാഷ്ടാംഗമില്ല, അല്ലാതെ കണ്ട് അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചാട്ടം. കിടന്ന് നമസ്കരിച്ചാട്ടം. ആൺകുട്ടികൾ കിടന്ന് നമസ്കരിച്ചാട്ടം. ഓഹോ. നമസ്കരിക്കും മോളെ, ലാസ്റ്റിൽ നമസ്കരിക്കേ. കാലെ പിടിച്ചു നമസ്കരിച്ചിട്ട് പറ, അമ്മേ, അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്നും അമ്മയ്ക്ക് എന്തെങ്കിലും വേദനാജനകമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അന്തരാത്മാവായ ആ സർവേശ്വരി എന്നോട് പുറത്ത് അനുഗ്രഹിക്കണമേ. എനിക്കൊരു ദോഷമായിട്ട് അത് ഭവിക്കല്ലേ. അമ്മ എന്നിൽ നിന്നുമുണ്ടായ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കണമേ. അമ്മയിൽ മാതൃസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാട്ടോ. എന്നിട്ട് അമ്മയുടെ പാദങ്ങൾ തൊട്ട് നെറ്റിക്ക് വെച്ചിട്ട് എഴുന്നേറ്റാട്ട്. എന്നിട്ട് അമ്മമാരുടെ അടുത്ത് പോയി വലതുഭാഗത്തോട്ട് ചേർന്ന് നിൽക്കുക. അമ്മമാർ പിടിച്ച് മക്കൾക്ക് ഓരോ ഉമ്മ കൊടുക്കണം കേട്ടോ. വലതുഭാഗത്ത് കെട്ടിപ്പിടിച്ചെന്നിട്ട് ഉമ്മ കൊടുത്താട്ടെ. എന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞാട്ട്, ഭഗവതിയെ, എൻ്റെ കുഞ്ഞിന് എന്നും ഒരു തുണയായിരിക്കണമേ. എൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഒരാപത്തുണ്ടാകല്ലേ. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികളും വിദ്യയും ധർമ്മബോധവും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവതി എൻ്റെ കുഞ്ഞിന് എന്നും ഒരു തുണയായിരിക്കട്ടെ. ഒരു ദോഷവും അവർക്കുണ്ടാകാതെ കണ്ടിരിക്കട്ടെ എന്ന് അമ്മമാർ പറഞ്ഞൊരു ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുത്തല്ലേ?